Macaulay's method യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം കൂടി ചെയ്തു നോക്കാം. ഇതിൽ ഒരു ഡിഫറൻസ്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പോയിന്റ് ലോഡ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇതിൽ അതിന് പകരം ഒരു യു ഡി എൽ വരുന്നുണ്ട്. ഇങ്ങനെ യു ഡി എൽ വരുന്ന പ്രോബ്ലം Macaulay's മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആസ് യൂഷ്വൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സപ്പോർട്ട് റിയാക്ഷൻസ് ആർ എ ആൻഡ് ആർ ബി. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബീമിൽ നമ്മൾ Macaulay's മെത്തേഡ് വെച്ചിട്ട് നമ്മൾ സാധാരണ ഏറ്റവും ലാസ്റ്റ് പോർഷനിലാണ് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക. ആ സെക്ഷനെ ബേസ് ചെയ്തിട്ട് വി വിൽ കാൽക്കുലേറ്റ് ദ മൂമെൻറ്റ് mx അല്ലേ, മൂമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ കട്ട് സെക്ഷൻ x. ഓക്കെ, സോ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് ഈ ആർ എ എന്നുള്ള വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആർ എ മാത്രമേ എഫക്റ്റ് വരുന്നുള്ളൂ. കാരണം സെക്ഷൻ കൺസിഡർ ചെയ്ത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ടോട്ടൽ പോർഷൻ, ആ പോർഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സെക്ഷൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ. സോ ഈ ആർ ബി എന്നുള്ള വാല്യൂ റൈറ്റ് സൈഡിലാണ് വരുന്നത്. സോ നിങ്ങൾക്ക് ആർ ബി കണ്ടുപിടിക്കേണ്ട, ആർ ബി എന്നുള്ള പാർട്ട്, ആർ ബിൻ്റെ വാല്യൂ കാൽക്കുലേഷനിൽ ഒരു ഭാഗത്തും നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. സോ ആർ എ മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഈ മൂമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് ബി എടുത്തു. സപ്പോസ് ഐ എം ഗോയിങ് ടു കാൽക്കുലേറ്റ് ആർ എ കിട്ടാൻ വേണ്ടിയിട്ട് ഐ എം ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ മൂമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ബി. അതായത് സിഗ്മ എം ബി ഈക്വൽ ടു 0. മൂമെൻറ്റ് അറ്റ് ബി ഈസ് ഈക്വൽ ടു 0. ഇത് എടുത്തു കഴിയുമ്പോൾ എന്ത് വരും? ആർ എ ഇൻറ്റു 6 എന്ന് വരും. ആർ എ ഇൻറ്റു 3 + 2 5 6 മൈനസ് 10 ഇൻറ്റു 3. ടോട്ടൽ ലോഡ് 10 ഇൻറ്റു 3 ആണ്. സോ മൈനസ് 10 ഇൻറ്റു 3. അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈ 3 എന്നുള്ള പോയിന്റിൻ്റെ ഒരു ഹാഫ് ഡിസ്റ്റൻസിലായിരിക്കും ആക്ട് ചെയ്യുക. 1.5 മീറ്റർ ഇതിൻ്റെ ഹാഫിലായിരിക്കും ആക്ട് ചെയ്യുക. സോ ഇത് ഇവിടെ ആക്ട് ചെയ്യുമ്പം ഈ ഡിസ്റ്റൻസ് 1.5 ആണ്. സോ ഈ ബിയിലേക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 1.5 + 2 എന്ന് വരും. സോ 3.5 ഇൻറ്റു 3.5. ഓക്കെ, ഇവിടെ ഇൻറ്റു ആണ്, ഇൻറ്റു 3.5. ദെൻ വേറെ ലോഡൊന്നുമില്ല. ആർ ബി മൂമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ബി ആയതുകൊണ്ട് ആർ ബി വിൽ ബി ആർ ബി ഇൻറ്റു ഡിസ്റ്റൻസ് 0 ആയിരിക്കും. സോ യു വിൽ ഗെറ്റ് ആർ എ ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 3.5. ഓക്കെ, ഫ്രം ദാറ്റ് യു വിൽ ഗെറ്റ് ആർ എ ഈസ് ഈക്വൽ ടു ദ സപ്പോർട്ട് റിയാക്ഷൻ അറ്റ് എൻഡ് എ ഈസ് ഈക്വൽ ടു 17.5 കിലോ ന്യൂട്ടൺ. 17.5 കിലോ ന്യൂട്ടൺ എന്ന് വരും. സോ ദിസ് വാല്യൂ ഈസ് 17.5 കിലോ ന്യൂട്ടൺ. സോ ഈ കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങളും ചെയ്തു നോക്കുക. ഞാൻ പലപ്പോഴും ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള വാല്യൂസ് ഡയറക്റ്റ്ലി എടുക്കാറാണ് പതിവ്. സോ ചിലപ്പം അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാവും. സോ നിങ്ങൾ സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സോ ആർ എ കിട്ടി, ആർ ബി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ആർ എ വെച്ചു. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം, എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളതെന്ന് നോക്കാം. A beam AB 6 meter long has a moment of inertia of 450 into 10⁻⁶ mm⁴. സോ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ത് ഷേപ്പ് ആണെന്നും പറഞ്ഞിട്ടില്ല. ആ ക്രോസ് സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ 450 into 10⁻⁶ ആണ്. ഇറ്റ് ഈസ് സപ്പോർട്ടഡ് അറ്റ് എൻഡ് എ ആൻഡ് ബി. എയും ബിയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്യാരീസ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് 10 kN/m ഫ്രം സി ടു ഡി ആസ് ഷോൺ ഇൻ ഫിഗർ. കാൽക്കുലേറ്റ് ഫസ്റ്റ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ സ്ലോപ്പ് അറ്റ് എൻഡ് എ. ഇവിടുത്തെ ഡിഫ്ലക്ഷൻ, ഈ ബീം ഡിഫ്ലക്ട് ചെയ്യുമ്പം അവിടെ ഉണ്ടാവുന്ന സ്ലോപ്പ്. ദെൻ ഡിഫ്ലക്ഷൻ അറ്റ് മിഡ് സ്പാൻ ആൻഡ് മാക്സിമം. തേർഡ് വൺ ഈസ് മാക്സിമം ഡിഫ്ലക്ഷൻ. ടേക്ക് യങ്സ് മോഡുലസ് ആസ് 200 kN/mm². ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, Macaulay's മെത്തേഡ്. ഇവിടെ ഒരേ ഒരു ഡിഫറൻസ്, ഇവിടെ യു ഡി എൽ ആണ് തന്നിട്ടുള്ള ലോഡ് എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സോ നമുക്കൊന്ന് Macaulay's മെത്തേഡ് യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാൻ ഈ പോയിന്റ് ലോഡ് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം, ഇതൊന്നും ആവശ്യമില്ല. സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. So in order to calculate the Macaulay's method, the equation used in Macaulay's method is, we know that EI into d square y by
dx square ei into d square y by dx square is equal to mx. mx means moment of inertia with respect to the cut section. ഇതാണ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ. ഈ ഇക്വേഷനെ 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്ത് മെക്കോളേസ് മെത്തേഡ്, മെക്കോളേസിൻ്റെ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വി ഹാവ് ടു കൺസിഡർ എ കട്ട് സെക്ഷൻ അറ്റ് ദ ലാസ്റ്റ് പോർഷൻ ഓഫ് ദ ബീം. സോ ഞാൻ ഇവിടെ ഒരു കട്ട് സെക്ഷൻ എടുത്തു. ദ ലാസ്റ്റ് സെക്ഷൻ ഡി ബി ആണ് ഈ ബീമിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെക്ഷൻ ഫ്രം ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. സോ അവിടെ ഒരു കട്ട് സെക്ഷൻ എടുത്തു. ഈ കട്ട് സെക്ഷനാണ് എക്സ് എക്സ് പേര് കൊടുത്തത്, അല്ലെങ്കിൽ ഈ കട്ട് സെക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദെൻ ദിസ് ഡിസ്റ്റൻസ് ഫ്രം ദിസ് എൻഡ് ടു ഈ എൻഡ് തൊട്ടിട്ട് ഈ കട്ട് സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഒരു എക്സ് ആയിട്ടും അസ്യൂം ചെയ്തു. ദിസ് ഡിസ്റ്റൻസ് ഈസ് ടേക്കൺ ആസ് എക്സ്. ഈ കട്ട് സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പം ഇത്രയും നമുക്ക് കിട്ടി. ഓക്കെ, സോ ഈ ഇക്വേഷൻ നോക്കിയാൽ ഇവിടെ ഇ ഐ എന്നുള്ള ടേം വരുന്നുണ്ട്. സോ ഞാൻ ആ ടേം ഒന്ന് ആദ്യം തന്നെ കണ്ടുപിടിച്ച് വെച്ചു ഇൻ എസ് ഐ യൂണിറ്റ്. ഇ എന്നുള്ളത് നമുക്കറിയാം 200 കിലോ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 200 കിലോ ന്യൂട്ടൺ. ഈ എം എം സ്ക്വയറിനെ ഞാൻ മീറ്ററിലേക്ക് മാറ്റി. 200 കിലോ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്നുള്ളത്, എം എം സ്ക്വയർ മീൻസ് 10⁻³ ഒരു എം എം എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ ആണ്. സോ 10⁻³ ഹോൾ സ്ക്വയർ. ഇവിടെ എം എം സ്ക്വയർ വരുന്നതുകൊണ്ട് 10⁻³ ഹോൾ സ്ക്വയർ എന്നാക്കി. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് the value will be 200 into 10⁻⁶ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. ഇത് 10⁻⁻⁶ വരും. അപ്പർ സൈഡിലേക്ക് എടുക്കുമ്പോൾ 10⁻⁶ എന്ന് വരും. സോ 200 into 10⁻⁶ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. കിലോ ന്യൂട്ടണിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂട്ടണിലേക്കും കൺവേർട്ട് ചെയ്യാം. സോ ഇതാണ് യങ്സ് മോഡുലസ് ഇ. ഇതേപോലെ ഐ എന്നുള്ളതും ഒന്ന് എസ് ഐ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഐ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് 450 into 10⁻⁶ mm⁻⁴ ആണ്. സോ ഇൻറ്റു 10⁻⁴ mm⁻⁴ 10⁻³ ഹോൾ ⁴ മീറ്റർ⁴ എന്നാക്കി മാറ്റാം. സോ ഇത് ചെയ്ത് കഴിയുമ്പം 10⁻⁻12 വരും. ഇത് 10⁻⁻12ഉം ഒരു 10⁻⁶ ഉണ്ട്, 10⁻⁻6 എന്ന് വരും. സോ 450 into 10⁻⁻6 മീറ്റർ⁴ എന്ന് കിട്ടും ഐ. ഓക്കെ, എസ് ഐ യൂണിറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നൗ മൾട്ടിപ്ലൈ ഇ ആൻഡ് ഐ. സോ ഇ ഐ വിൽ ബി ഈക്വൽ ടു ഈ ക്വാണ്ടിറ്റി 200 into 10⁻⁶ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും അതേമാതിരി 450 into 10⁻⁻6 മീറ്റർ⁴ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് ഇ ഈസ് ഈക്വൽ ടു EI is equal to 90,000. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 90,000 കിലോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്ന് വരും. 90,000 കിലോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. സോ നമ്മൾ EI എന്നുള്ള ഈ പൊസിഷനിൽ ഈ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. EI is equal to 90,000 കിലോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇനി ന്യൂട്ടണിലേക്ക് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. സോ for the time being assume that it is 90,000. We are considering kilonewton. Okay, so ഇത്രയും കിട്ടി. Now നമുക്ക് mx കണ്ടുപിടിക്കണം with the help of this cut section. ഈ cut section ബേസ് ചെയ്തിട്ട് mx കണ്ടുപിടിക്കണം. ഈ EI is equal to d square y by dx square is equal to ആ കിട്ടിയ mxന്റെ ഇക്വേഷൻ എഴുതണം. ഓക്കെ, സോ നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മളെ ഫിഗർ. ഇനി ഈ കട്ട് സെക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ബെൻഡിങ് മൊമെൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ബെൻഡിങ് മൊമെൻ്റ് കണ്ടുപിടിക്കുമ്പം ഇങ്ങനത്തെ യു ഡി എൽ വരുന്ന കേസിൽ എം എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. യു ഡി എൽ വരുന്ന കേസിൽ ഇപ്പോൾ ഈ യു ഡി എല്ലിൻ്റെ എഫക്റ്റ് ലാസ്റ്റ് ഈ ഡി ബി എന്നുള്ള പോർഷനിലില്ല. സോ ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളൊരു ഇത്രയും ഇതുവരെയാണ് ആക്ച്വലി യു ഡി എൽ ഉള്ളത്. നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് എക്സ്ട്രാ സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ള യു ഡി എൽ ആക്ട് ചെയ്തു ഈ കട്ട് സെക്ഷൻ കട്ട് ചെയ്യുന്നവരെ. ഓക്കെ,
കട്ട് സെക്ഷൻ കട്ട് ചെയ്യുന്നവരെ ഒരു യു ഡി എൽ അല്ലെങ്കിൽ ഈ കട്ട് സെക്ഷനിൽ ക്രോസ് ചെയ്ത് പോകുന്ന വിധത്തിൽ ഒരു എക്സ്ട്രാ യു ഡി എൽ നമ്മൾ ആഡ് ചെയ്തു. സോ ഈ എക്സ്ട്രേനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ എഫക്റ്റ് സീറോ ആക്കാൻ വേണ്ടിയിട്ട് ഇത് അഡീഷണലി നമ്മൾ കൊടുത്ത യു ഡി എൽ ആണ്. അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു യു ഡി എൽ നമ്മൾ അഡീഷണലി ആഡ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, സോ നമുക്കിപ്പോൾ നെറ്റ് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ രണ്ടിൻ്റെയും വാല്യൂ എല്ലാം വാല്യൂം സെയിം ആണ്, 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഇവിടെയും ഒരു 10 കിലോ ന്യൂട്ടൺ വന്നു, അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ താഴത്തും ഒരു 10 കിലോ ന്യൂട്ടൺ കൊടുത്തു, 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ കൊടുത്തു. രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. സോ ഈ റെഡ് പോർഷൻ, റെഡ് കളറിൽ കാണിച്ച യു ഡി എൽ മാത്രമേ ആക്ച്വലി ഉള്ളൂ. ബട്ട് മെക്കോളേസ് മെത്തേഡ് അപ്ലൈ ചെയ്യണം വേണ്ടിയിട്ട് നമ്മളിത് എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. സോ മെക്കോളേസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ പ്രോബ്ലം വരികയാണെങ്കിൽ എപ്പോഴും ഇത് ഓർമ്മിക്കുക. അപ്പോൾ ഇത് ഈ യു ഡി എൽ ഇനീഷ്യലി ഇവിടം വരെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് തന്ന ക്വസ്റ്റ്യനിൽ തന്നെ യു ഡി എൽ ഈ പോയിന്റ് തൊട്ടിട്ട് സി തൊട്ടിട്ട് ബി വരെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല, ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ എടുത്ത് ചെയ്തു പോകാം. അല്ലെങ്കിൽ ഇങ്ങനെ ലാസ്റ്റ് സെക്ഷനിൽ യു ഡി എൽ ഇല്ല, ഏതെങ്കിലും ഒരു മിഡ് പോർഷനിലോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ യു ഡി എൽ ഉള്ളുവെങ്കിൽ യു ഹാവ് ടു എക്സ്റ്റെൻഡ് ദാറ്റ് യു ഡി എൽ അപ് ടു ദ ലാസ്റ്റ് സെക്ഷൻ വരെ, ലാസ്റ്റ് പോർഷൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത യു ഡി എല്ലിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബീമിൻ്റെ താഴത്ത് ഒരു എക്സ്ട്രാ യു ഡി എല്ലും കൂടി പ്രൊവൈഡ് ചെയ്യുക. സോ രണ്ടും കൂടി ക്യാൻസൽ ചെയ്തു. സോ റെഡ് പോർഷൻ മാത്രമേ നെറ്റ് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. നൗ കാൽക്കുലേറ്റ് ദ bending moment with respect to x direction. So first RA into x എന്ന് വരും. ഈ ഫോഴ്സ് ഫസ്റ്റ് ഫോഴ്സ് എടുക്കുക, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഈസ് എക്സ്. ദെൻ ബീമിൻ്റെ നമുക്ക് ബീം ഇങ്ങനെയാണ് ഈ എക്സ് കൊണ്ട് ബെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ എങ്കിൽ ഈ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് പോസിറ്റീവ്. ഓക്കെ, ഇതാണ് പോസിറ്റീവ്. സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന സൈൻ കൺവെൻഷൻ. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്ന ആ പോർഷനിലെ വീഡിയോസ് ഒന്ന് റെഫർ ചെയ്യാം. അത് സെയിം സൈൻ കൺവെൻഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് RA 17.5 എല്ലാം കിലോ ന്യൂട്ടണിൽ തന്നെ വെച്ചോളൂ. RA ഇൻറ്റു എക്സ് എന്ന് വരും, ഇറ്റ് ഈസ് പോസിറ്റീവ്. ദെൻ ദിസ് യു ഡി എൽ, നെക്സ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ യു ഡി എൽ ആണ്. ഫ്രം സി ടു ഈ കട്ട് സെക്ഷൻ വരെയുള്ള യു ഡി എല്ലിൻ്റെ എഫക്റ്റ് ഇത്രയാണ് എടുക്കേണ്ടത്. സോ 10 ഇൻറ്റു ഇതാണ് ഫോഴ്സ്, 10 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഇപ്പോൾ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇത്രയും യു ഡി എൽ, ഈ ഇത് വരേണ്ട യു ഡി എല്ലിൻ്റെ എഫക്റ്റ് എന്ത് വരും? 10 ഇൻറ്റു ഈ 1 മീറ്റർ ആണ്, 1 മീറ്റർ ഒഴിച്ചിട്ട് ബാക്കി ഇത്രയും ഡിസ്റ്റൻസിലാണ് യു ഡി എൽ ആക്ട് ചെയ്യുന്നത്. സോ ദ ഡിസ്റ്റൻസ് ഈസ് 10 ഇൻറ്റു എക്സ് മൈനസ് 1. ക്ലിയർ? ഇത് തൊട്ടിട്ട് ഈ യു ഡി എല്ലിൻ്റെ ടോട്ടൽ എഫക്റ്റ് ഇത്രയും ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് മീൻസ് ടോട്ടൽ എക്സ് ആണ്, ഇത് തൊട്ടിട്ട് ഇതും വരെയുള്ള എക്സ് ആണ്. അതൊന്ന് ഒരു 1 മീറ്റർ കഴിഞ്ഞിട്ടാണ് യു ഡി എൽ ആക്ട് ചെയ്യുന്നത്. സോ ഇത്രയും ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് 10 ഇൻറ്റു എക്സ് മൈനസ് 1 ആണ്. സോ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് പോസിറ്റീവ് ഉള്ളത്. സോ ബീമിനെ ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുക. സോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് മൈനസ് സൈൻ കൊടുക്കുക. സോ 10 ഇൻറ്റു എക്സ് മൈനസ് 1 ഇത്രയും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇതിൻ്റെ സെൻട്രലായിരിക്കും, ഈ എക്സ് മൈനസ് 1ൻ്റെ ഹാഫിലായിരിക്കും. ഈ ഡിസ്റ്റൻസ് ഇത് തൊട്ടിട്ട് ഇതുവരെ എക്സ് മൈനസ് 1 ആണ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എക്സ് മൈനസ് 1 ആണ്. ഇപ്പം കാണിച്ച ഈ ബ്ലൂ ലൈൻ എക്സ് മൈനസ് 1 ആണ് ഡിസ്റ്റൻസ്, അതിൻ്റെ ഹാഫിലായിരിക്കും ഇതിൻ്റെ ടോട്ടൽ എഫക്റ്റ് ആക്ട് ചെയ്യാം. സോ ഇൻറ്റു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ടോട്ടൽ മൊമെൻറ്റ് കിട്ടി. ഓക്കെ, ഇത് ഫോഴ്സ് ആണ്. 10 ടോട്ടൽ യു ഡി എൽ ആയതുകൊണ്ട് ഒരു മീറ്ററിൽ 10 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട് പെർ മീറ്ററിൽ. അങ്ങനത്തെ എക്സ് മൈനസ് 1 മീറ്റർ ആണുള്ളത്. സോ 10 ഇൻറ്റു എക്സ് മൈനസ് 1 ആണ് ഫോഴ്സ്. ഇൻറ്റു മൊമെൻറ്റ് കിട്ടണമെങ്കിൽ ആ ഫോഴ്സും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ ഈ ഡിസ്റ്റൻസ് എടുക്കണം, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1/2 ആണ്. ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ ഹാഫിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ദ mx is 10 into x minus 1 into x minus 1/2 എന്ന് വരും. Now ഇവിടെ നമ്മൾ ആഡ് ചെയ്ത ഈ ബോട്ടം പോർഷനിലുള്ള ഈ ഒരു യു ഡി എൽ ഉണ്ട്, ഈ യു ഡി എല്ലിൻ്റെ എഫക്റ്റും കൂടി എടുക്കണം. അതെന്ത് വരും? എഗെയിൻ ഈ യു ഡി എല്ലിനെ കൊണ്ട് ബീം അപ്വേർഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ സ്മൈലി സ്റ്റൈലിലാണ് ബെൻഡ് ചെയ്യുക. സോ നമുക്ക് പ്ലസ് എടുക്കാം. ദെൻ ഈ ഡിസ്റ്റൻസ്, ഈ സെക്ഷൻ ഇത്രയും ലെഫ്റ്റ് സൈഡാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇത്രയും യു ഡി എല്ലാണ് വരിക. അതിൻ്റെ എഫക്റ്റ് എന്ത് വരും? ടോട്ടൽ ഇത് തൊട്ടിട്ട് ഇതുവരെ എക്സ് ആണ്, എക്സ് നിന്ന്
ഈ ഡിസ്റ്റൻസ് ക്യാൻസൽ ചെയ്യണം. അതായത് 1 മീറ്ററും പ്ലസ് 3 മീറ്റർ ഒഴിവാക്കി കഴിഞ്ഞാൽ റിമൈനിങ് ഇത്രയും പോർഷനിലാണ് യു ഡി എൽ ആക്ട് ചെയ്യുന്നത്. ഈ സെക്ഷൻ വിരൽ എടുത്താൽ മതി. ഈ റൈറ്റ് സൈഡിലുള്ള സാധനം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ നോക്കുന്നത്. സോ ദ ഡിസ്റ്റൻസ് ഈസ് സെയിം ഫോഴ്സ് വാല്യൂ 10 ഇൻറ്റു 10 ആണ് എക്സ് മൈനസ് 3 പ്ലസ് 1. ഇത്രയും ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് യു ഡി എൽ ഉള്ളത്. ദെൻ അത് ആക്ട് ചെയ്യുന്നത് എക്സ് മൈനസ് 4 എന്നുള്ള ഡിസ്റ്റൻസിൻ്റെ പകുതിയിലായിരിക്കും. സോ ഇൻറ്റു എക്സ് മൈനസ് 4/2 എന്ന് വരും. ഓക്കെ, നൗ ഇതിനെയൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എം എക്സിൻ്റെ ആൻസർ എഴുതാം. സോ നമുക്ക് ഇ ഐ എം എക്സ് മീൻസ് ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ dx square is equal to 17.5x minus 10 2 ഉണ്ട്. സോ 5 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. അഗെയിൻ ഇവിടെയും 10 ഡിവൈഡ് ബൈ 5 ഉണ്ട്. സോ നിങ്ങൾക്ക് എന്ത് വരും? പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഡിഫ്ലക്ഷനും സ്ലോപ്പും കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ കിലോ ന്യൂട്ടൺ ഒന്നും മാറ്റിയിട്ടില്ല, കിലോ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. സോ ഇക്വേഷൻ 1 കിട്ടി. Put it as equation 1. EI into d square y by dx square is equal to 17.5x minus 5 into x minus 1 whole square plus 5 into x minus 4 whole square kilonewton meter. Equation 1. Now if you want to find out the slope, ഇതിനെ we will integrate the first expression. So നമുക്ക് എന്ത് കിട്ടും? EY into dy by dx. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ EI കോൺസ്റ്റൻ്റ് ആണ്, d സ്ക്വയർ y by dx സ്ക്വയർ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dy by dx ആയി മാറും. ഈ dy by dxനെയാണ് നമ്മൾ സ്ലോപ്പ് അല്ലെങ്കിൽ തീറ്റ എന്നുള്ള ടേം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നൗ ഫസ്റ്റ് ടേം മെക്കോളേസ് മെത്തേഡ് വെച്ചിട്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 17.5 എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. ദെൻ ഒരു ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് ഫോർ ദിസ് എൻറ്റയർ ഇൻ്റഗ്രേഷൻ, ഈ മൊത്തം ടേമിൻ്റെയും കൂടി ഒരു സിംഗിൾ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അതിനെയാണ് C1 എന്ന് വിളിച്ചത്. സോ ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടിംഗ് ലൈൻ വരയ്ക്കുക, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഫസ്റ്റ് ടേം ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ദെൻ ദ സെക്കൻഡ് ടേം, ഇതിനെ 5 ഇൻറ്റു എക്സ് മൈനസ് 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 5 ഇൻറ്റു എക്സ് മൈനസ് 1 എന്നുള്ള ഇവിടെ എക്സിനെ ചെയ്ത പോലെ തന്നെ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ബൈ 2. അല്ലാതെ എക്സ് മൈനസ് 1 ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒന്നും ചെയ്യരുത്. എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ അല്ല, ഇവിടെ ഓൾറെഡി ഒരു സ്ക്വയർ ഉണ്ട്. സോ എക്സ് മൈനസ് 1 ഹോൾ ക്യൂബ് ബൈ 3 എന്ന് വരും. എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3 ആണ്. സോ ഇവിടെ എക്സ് മൈനസ് 1നെ മെക്കോളേസ് മെത്തേഡ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് മൈനസ് 1 ഹോൾ ക്യൂബ് ബൈ 3 എന്നാണ് വരിക. സോ എക്സ് മൈനസ് 1 ഹോൾ ക്യൂബ് ബൈ 3 എന്ന് വരും. ദെൻ നെക്സ്റ്റ് ടേമും ഇതേപോലെ തന്നെ, ഇപ്പോൾ ഇവിടെ ഈ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു പാർട്ടിംഗ് ലൈൻ വരയ്ക്കാം. നൗ നെക്സ്റ്റ് ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഇതുപോലെ തന്നെ. സോ എന്ത് വരും? ഇറ്റ് ഈസ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 4 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഓക്കെ, സോ ഇതാണ് സ്ലോപ്പ് ഇക്വേഷൻ. ഈ dy by dx മീൻസ് ഇറ്റ് ഈസ് സ്ലോപ്പ്. ഇതിനെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. സോ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ 2 ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതിനെ ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എഗെയിൻ ഇൻ്റഗ്രേറ്റിംഗ് ബൈ മെക്കോളേസ് മെത്തേഡ് EY ഇൻറ്റു y. ഇത് y ആണ് ഡിഫ്ലക്ഷൻ. ഈ ബീം എങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നത്, ആ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ ആണ് y. ഓക്കെ, അപ്പോൾ ഏത് ഡിസ്റ്റൻസിലാണോ വേണ്ടത് അതിനനുസരിച്ച് എക്സിന് വാല്യൂ കൊടുത്താൽ മതി. എക്സ് സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിൽ എക്സിന് 0 കൊടുക്കുക, എക്സ് 1 മീറ്ററിലാണെങ്കിൽ എക്സിന് 1 മീറ്റർ എന്നുള്ളത് ഈ ഇക്വേഷനിൽ കൊടുത്താൽ y കിട്ടും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 17.5 എക്സ് ക്യൂബ് ബൈ, ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്, 2ഉം ഒരു 3ഉം വരും. സോ എക്സ് ക്യൂബ് ബൈ 6 എന്ന് വരും. എക്സ് ക്യൂബ് ബൈ 3 ഇൻറ്റു 2 പ്ലസ് ടോട്ടൽ ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് C1ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഒരു C1x വരും. ദെൻ പുതിയ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് C2. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി വേറെ എവിടെയും ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ഒന്നും ആഡ് ചെയ്യരുത്, എല്ലാത്തിനും കൂടിയുള്ള ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ആണ് ഇത്. നൗ മൈനസ് 5 ഇൻറ്റു 5/3 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ റേസ് ടു 4/4 എന്ന് വരും. സോ 3 ഇൻറ്റു 4 നിങ്ങൾക്ക് 12 ആക്കി എടുക്കാം. നൗ പാർട്ടിംഗ് ലൈൻ. Then plus
5 into plus 5 into x minus 5 by 3 into x minus 4 whole raised to 4 divided by 4. So ഇതും 12 ആയി മാറും. ഇതിനെ ഇക്വേഷൻ 3 എന്ന് വിളിക്കാം. ഇനി ഈ y കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഈ ബീം ഇങ്ങനെയാണ് ബെൻഡ് ചെയ്തിരിക്കുക. സപ്പോസ് ഈ ബീം ഇങ്ങനെ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പാറ്റേണിലായിരിക്കും. ഇപ്പോൾ ഇനീഷ്യലി ഇങ്ങനെയാണ് ബീം ഉണ്ടായത്, അത് ബെൻഡ് ചെയ്യുക ഇങ്ങനെ ഒരു പാറ്റേണിലായിരിക്കും. ഇത് കുറച്ച് എൻലാർജ് ചെയ്ത് വരച്ചതാണ്. ഇതാണ് പോയിന്റ് എ, ഇത് പോയിന്റ് ബി, ബാക്കി പോയിന്റ്സ് ഒക്കെ ഇൻ ബിറ്റ്വീൻ സി ഡി ഒക്കെ ഉണ്ടാവും. സോ ഇങ്ങനെ ഒരു പാറ്റേണിലാണ് ബെൻഡ് ചെയ്യുക. സോ ഏത് പോയിന്റിലാണോ വൈ കണ്ടുപിടിക്കേണ്ടത്, സിയിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് പറഞ്ഞാൽ, എക്സ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ. അപ്പോൾ എക്സിന് ഈ ഇക്വേഷനിൽ എക്സിന് 1 മീറ്റർ കൊടുത്താൽ പോയിന്റ് സിയിൽ വൈ കിട്ടും. എക്സിന് 4 മീറ്റർ, ഇത് 3 ആണ്, 3 + 1, എക്സിന് 4 കൊടുത്താൽ ഈ പോയിന്റിൽ വൈ കിട്ടും. സോ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ പറഞ്ഞത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് പോയിന്റിൽ വേണമെങ്കിലും ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇത്രയും കിട്ടി. ഇനി എല്ലാം ഈ പ്രോബ്ലം ചെയ്യേണ്ടത് കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. ഓൺലി ഹിയർ ദ ഡിഫറൻസ് ഈസ് ഹിയർ ഇറ്റ് ഈസ് എ യു ഡി എൽ. സോ യു ഡി എൽ ആകുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് പോർഷനിലേക്ക് അല്ലെങ്കിൽ ഈ കട്ട് സെക്ഷൻ വരെ എങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ ലാസ്റ്റ് പോർഷനിൽ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റ് മാത്രമേ ഇതിലൊരു ഡിഫറൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത അതേപോലെ തന്നെ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ് കോൺസ്റ്റന്റ് C1 ആൻഡ് C2. അപ്പോൾ ഇത് ഞാൻ ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് സെയിം പ്രൊസീജിയർ പ്രീവിയസ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ C1 C2 കണ്ടുപിടിക്കാൻ പറ്റും. സോ ഫോർ ദാറ്റ് യു ഹാവ് ടു അപ്ലൈ ബൗണ്ടറി കണ്ടീഷൻസ്. ബൗണ്ടറി കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ C1 ഉം C2 ഉം കിട്ടും. സോ ബൗണ്ടറി കണ്ടീഷൻ മീൻസ് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ബീം ഇങ്ങനെയാണ് ഇത് ബെൻഡ് ചെയ്യുക. ഇതിനെയാണ് ഇലാസ്റ്റിക് കർവ് എന്ന് പറയാം. സോ ഈ പോയിന്റിൽ സപ്പോർട്ട് ഉണ്ട്, എ എന്നുള്ള പോയിന്റിൽ RA എന്നുള്ളൊരു സപ്പോർട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റിൽ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ എയിലും ബിയിലും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഇവിടെ വൈൻ്റെ വാല്യൂ അറ്റ് പോയിന്റ് എ y 0 ആയിരിക്കും. അതേപോലെ ഈ പോയിന്റിലും y 0 ആയിരിക്കും. ഓക്കെ, സോ അറ്റ് പോയിന്റ് എ ആൻഡ് പോയിന്റ് ബി ദ വാല്യൂ ഓഫ് ഡിഫ്ലക്ഷൻ y ഈസ് ഈക്വൽ ടു 0 ആണ്. സോ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ എന്ത് കൊടുക്കാം? ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ ഈസ് അറ്റ് x ഈസ് ഈക്വൽ ടു 0. At x is equal to 0, the deflection y is equal to 0 എന്ന് വരും. x is equal to 0, y will be 0. That is your first boundary condition. And the second boundary condition is at x is equal to 6 meter. അതായത് point B, 1 + 3 + 2, 6. ഈ point Bയിലും deflection 0 ആണ്. At x is equal to 6, y is equal to 0. സോ ഈ രണ്ട് കണ്ടീഷനും ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. തേർഡ് ഇക്വേഷനിൽ എക്സിന് 0 കൊടുക്കുക, എക്സിനും 0, ഇതിനും 0 കൊടുക്കുക, ഇതിനും 0 കൊടുക്കുക. ദെൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് C2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വൈക്ക് 0 കൊടുക്കുക, എക്സിന് 6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് C1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ ഡയറക്റ്റ് ആൻസർ എഴുതുകയാണ്. ദ ആൻസർ ഈസ് C1 ഉം C2 ഉം ചെയ്ത് കഴിഞ്ഞാൽ C2 എന്നുള്ളത് ആസ് യൂഷ്വൽ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് C2 0 ആയി പോകും. C1 എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് -62.708 എന്ന് വരും. -62.708. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. So C2 is equal to 0, C1 is equal to -62.708 എന്ന് കിട്ടും. ഇത് കിട്ടിയത് by applying boundary conditions in equation 3. ഇപ്പോൾ ഓരോ പ്രോബ്ലത്തിനനുസരിച്ച് ബൗണ്ടറി കണ്ടീഷൻ നിങ്ങൾ മാറ്റി എടുക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ബൗണ്ടറി കണ്ടീഷൻ ഉള്ളത്. x is equal to 0 ആകുമ്പോൾ y 0 ആണ്, x is equal to 6 ആകുമ്പോൾ y 0 ആണ്. സോ ഇത്രയും കിട്ടി. Now the first question, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. The first question is you have to find out the slope. The first question, you find out the slope at end A. Slope at end A. So നമ്മളെ ബീം ഇതാണ് ബീം ഉള്ളത്. ഒന്നുകൂടി റഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ഇതാണ് ബീം AB, ഇത് AB, ഇതിൽ UDL ഒക്കെ ഉണ്ട്. സോ ഇത് ഡിഫ്ലക്ട് ചെയ്യുക. ഇങ്ങനെയാണ് ഇതിന് ബെൻഡിങ് വരിക. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് മീൻസ് സ്ലോപ്പ് അറ്റ് എൻഡ് എ മീൻസ് ഇതിൽ കൂടെ ഒരു ടാൻജൻഷ്യൽ ലൈൻ, പോയിന്റ് എയിൽ കൂടെ ഒരു ടാൻജൻഷ്യൽ ലൈൻ വരച്ചാൽ ഇത് തീറ്റയാണ് സ്ലോപ്പ്, അല്ലെങ്കിൽ ഇതിൻ്റെ dy/dx ആണ് സ്ലോപ്പ് അറ്റ് എ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും ഡൗൺവേർഡ് ആയതുകൊണ്ട്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
സോ സ്ലോപ്പ് കിട്ടണമെങ്കിൽ 3 ഇക്വേഷൻ ആണുള്ളത്. ഫസ്റ്റ് ബേസിക് ഇക്വേഷൻ, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പം സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. അതിനെ ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ തേർഡ് ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇതിൽ സ്ലോപ്പ് വരുന്നത്, സ്ലോപ്പ് മീൻസ് ഇറ്റ് ഈസ് dy by dx ആണ്. സ്ലോപ്പ് വരുന്ന ഇക്വേഷൻ 2 ആണ്. സോ കൺസിഡർ ഇക്വേഷൻ 2 എടുക്കുക. ആ ഇക്വേഷൻ വേണം പോയിന്റ് എയിലെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ. സോ ഞാൻ ഈ ഇക്വേഷൻ 2, ഇതാണ് ഇക്വേഷൻ 2, ഇതിനെ ഒന്ന് അപ്പുറത്തേക്ക് എടുക്കാം. ഇക്വേഷൻ 2 വരുമ്പോൾ എന്ത് വരും? ഇക്വേഷൻ 2-ൽ ഇതിലാണ് dy by dx ആണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് കാണേണ്ടത് അറ്റ് പോയിന്റ് എയിലാണ്, സ്ലോപ്പ് അറ്റ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്ലോപ്പ് അറ്റ് എ മീൻസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് x ഈസ് ഈക്വൽ ടു 0 ആണ്. സോ എന്ത് വരും? എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C1ഉം C2 അറിയാം. C2 ഇതിൽ വരുന്നില്ല. C1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇറ്റ് ഈസ് -62.708. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ EI നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. EI ഈസ് 90,000 കിലോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. സോ EIക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 90,000 കിലോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഇൻറ്റു സ്ലോപ്പ് അറ്റ് എ. സ്ലോപ്പിന് dy by dxന് ഞാൻ സ്ലോപ്പ് എന്നുള്ളതിന് സാധാരണ തീറ്റ എന്നാണ് കൊടുക്കുക. സോ തീറ്റ അറ്റ് എ ഈസ് ഈക്വൽ ടു എക്സിന് 0 ആണ്. സോ ഫസ്റ്റ് ടേം 0 ആയിപ്പോൾ 17.5, ഇതിന് 0 കൊടുക്കുമ്പോൾ 0 ആയിപ്പോൾ മൈനസ് C1ൻ്റെ വാല്യൂ -62.708. ദെൻ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് എന്തായിപ്പോവും? ഇത് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ടൈം ആയിപ്പോവും. സോ ഇൻ Macaulay's മെത്തേഡ്, അക്കോർഡിംഗ് ടു Macaulay's മെത്തേഡ്, നെഗറ്റീവ് അല്ലെങ്കിൽ 0, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നെഗറ്റീവോ അല്ലെ 0 വരികയാണെങ്കിൽ നിങ്ങൾ അത് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ഇവിടെയും എക്സിന് 0 കൊടുക്കുമ്പോൾ 0 - 4 എന്ന് വരും. സോ നെഗറ്റീവ് വാല്യൂ ആണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നത്. സോ യു ക്യാൻ അവോയ്ഡ് ദീസ് 2 പോർഷൻസ്. ഈ 2 പോർഷൻസും അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കിട്ടും. സോ ഫ്രം ദിസ് തീറ്റ എ ഈസ് ഈക്വൽ ടു, സോ ഈ ഇക്വേഷനിലും നമ്മൾ ഈ ഫോഴ്സ് ഒക്കെ കിലോ ന്യൂട്ടണിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതേപോലെ ഈ 90,000ഉം കിലോ ന്യൂട്ടണിലാണ്. സോ രണ്ടും അപ്പുറത്ത് ഈ സൈഡിലും കിലോ ന്യൂട്ടൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇനി വേറെ 10�3 കൊണ്ട് ഒന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഇത്രയേ വരുള്ളൂ. സോ ഫൈനലി ചെയ്ത് കഴിഞ്ഞാൽ ദ സ്ലോപ്പ് അറ്റ് എ ഈസ് ഈക്വൽ ടു, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -62.708 ഡിവൈഡഡ് ബൈ ഈ 90,000 എന്ന് വരും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -6.9675 ഇൻറ്റു 10⁻⁻⁴. ഇത് തീറ്റ സ്ലോപ്പാണ്, അല്ലെങ്കിൽ ഇതൊരു ആംഗിളാണ്. ഇതിന് ആംഗിൾ നമ്മൾ റേഡിയനിലാണ്, SI യൂണിറ്റിലാണ് ചെയ്തുകൊണ്ട് റേഡിയനിലാണ് ആൻസർ വരിക. ഓക്കെ, സോ തീറ്റ ഈസ് ഈക്വൽ ടു -6.9675 10⁻⁻⁴ റേഡിയൻ. അപ്പോൾ ഇതിന് വാല്യൂ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, സ്വന്തമായി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫ്ലക്ഷൻ അറ്റ് മിഡ് സ്പാൻ. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫ്ലക്ഷൻ അറ്റ് മിഡ് സ്പാൻ മീൻസ് എക്സാക്ട് സെൻറ്റർ പോയിന്റിലുള്ള ഡിഫ്ലക്ഷൻ. സോ ബീമിൻ്റെ സെൻറ്റർ പോയിന്റ്, ടോട്ടൽ ഡിസ്റ്റൻസ് 6 ആണ്. സോ ഡിഫ്ലക്ഷൻ അറ്റ് മിഡ് സ്പാൻ മീൻസ് എക്സിന് 3 മീറ്റർ എന്ന് കൊടുക്കണം. എക്സിന് 3 മീറ്റർ എന്ന് കൊടുത്താൽ കറക്റ്റ് ഡിഫ്ലക്ഷൻ അറ്റ് മിഡ് സ്പാൻ കിട്ടും. ഓക്കെ, സോ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഏത് ഇക്വേഷൻ എടുക്കണം? ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ y വരുന്ന ഇക്വേഷൻ എടുക്കണം. y ആണ് നമ്മുടെ ഡിഫ്ലക്ഷൻ. സോ y വരുന്ന ഇക്വേഷൻ എടുക്കണമെങ്കിൽ ഞാൻ ഈ ഒരു ഇക്വേഷൻ, ഇതാണ് y വരുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷനെ നമുക്കൊന്ന് മാറ്റി അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ ഇതിനെ ഈ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യണം? x ഈസ് ഈക്വൽ ടു 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിഡ് സ്പാനിലെ ഡിഫ്ലക്ഷൻ വൈൻ്റെ വാല്യൂ കിട്ടും. സോ മിഡ് സ്പാനിലെ വൈൻ്റെ വാല്യൂ EI നമുക്കറിയാം 90,000 ആണ്. ദെൻ ഈ 90,000 ഇൻറ്റു y ഈസ് ഈക്വൽ ടു 17.5. എക്സിന് പകരം എന്ത് കൊടുക്കണം? ഈ എക്സിന് പകരം 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ ഇവിടെയും എക്സിന് 3 കൊടുക്കുക. C2 0 ആണ്. ദെൻ ഇവിടെ 3 കൊടുക്കുമ്പോൾ 3 മൈനസ് എക്സിന് 3 കൊടുക്കുമ്പോൾ 3 - 1 2 ആണ് വരുന്നത്. സോ ഇത് കൺസിഡർ ചെയ്യണം. ദെൻ ഇവിടുത്തെ എക്സിന് 3 കൊടുക്കുമ്പം 3 - 4 മൈനസ് വരും, -1 എന്ന് വരും. സോ -1 ആയതുകൊണ്ട് ഈ ടേം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. സോ ഇത്രയും പോർഷൻ, ഇത്രയും വാല്യൂസ് എഴുതിയാൽ മതി. സോ 90,000
കിലോ ന്യൂട്ടണിൽ എടുക്കാം, കാരണം ഫോഴ്സ് ഒന്നും കിലോ ന്യൂട്ടണിൽ മാറ്റിയിട്ടില്ല. 90,000 ഇൻറ്റു y is equal to 17.5 into 3 cube by 6 plus C1. C1 is 62.708 into 3 plus C2 0 ആണ്, minus 5 by 12. ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. സോ 5 by 12 into x minus 1, 3 minus 1 എന്ന് വരും. സോ 3 minus 1 is 2, 2 raised to 4. ഇത്രയേ വരുന്നുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ you will get deflection at mid span, x at center point ഉള്ള deflection കിട്ടും. And the answer is, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ deflection -1.289 into 10 raised to minus 3 meter എന്ന് വരും. -1.289 into 10 raised to minus 3 meter. സോ ഇത് മൈനസ് സൈൻ വരുന്നത് ഡിഫ്ലക്ഷൻ താഴത്തേക്ക് ആയതുകൊണ്ടാണ്. ബീം ഇങ്ങനെയാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത് സെൻറ്ററിൽ. സോ അതുകൊണ്ടാണ് മൈനസ് സൈൻ വരുന്നത്. സോ ഇറ്റ്സ് ആക്ച്വലി ആൻസർ ഈസ് 1.289 mm. 10 raised to minus 3 meter means it is mm ആണ്. സോ 1.289 mm എത്രയാണ് ഇതിൻ്റെ മിഡ് സ്പാനിൽ വരുന്ന ഡിഫ്ലക്ഷൻ. ഓക്കെ, നൗ ദ തേർഡ് ക്വസ്റ്റ്യൻ. നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് മാക്സിമം ഡിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഇതിൽ എവിടെയാണോ മാക്സിമം ഡിഫ്ലക്ഷൻ നടക്കുന്നത് അതാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അതായത് y max. സോ ഇങ്ങനെയാണ് ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഞാൻ ഒരു ഫിഗർ ഒന്നും കൂടി വരച്ച, ഇതാണ് ബീം, ഇത് ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ബെൻഡ് ചെയ്യുക. സോ എവിടെയാണ് മാക്സിമം ആയിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നത്, ഇതാണ് y max. അപ്പോൾ ഏത് പ്രോബ്ലം ആയാലും അറ്റ് മാക്സിമം ഡിഫ്ലക്ഷൻ ഈ പോയിന്റിൽ നമ്മളൊരു സ്ലോപ്പ് വരയ്ക്കുകയാണെങ്കിൽ അത് ഹൊറിസോണ്ടൽ ആയിരിക്കും. അതായത് മാക്സിമം ഡിഫ്ലക്ഷനിൽ dy/dx എന്നുള്ള വാല്യൂ 0 ആയിരിക്കും. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. സോ അറ്റ് നമുക്ക് എന്ത് പറയാം, അറ്റ് y is equal to y max ആവുന്ന പോയിന്റിൽ dy/dx അല്ലെങ്കിൽ സ്ലോപ്പ് തീറ്റ വിൽ ബി 0. ഓക്കെ, തീറ്റ എന്നുള്ള വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് എക്സ്, ഈ y മാക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് കണ്ടുപിടിക്കണം ഫ്രം ദ സ്ലോപ്പ് ഇക്വേഷൻ. ഈ dy/dx വരുന്ന ഇക്വേഷൻ എടുത്തിട്ട് അതിന്ന് y മാക്സ് കണ്ടുപിടിക്കണം, അല്ല എക്സ് കണ്ടുപിടിക്കണം, ഡിസ്റ്റൻസ് എക്സ് കണ്ടുപിടിക്കണം. ഈ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സ് വാല്യൂ എടുത്തിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് y മാക്സിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഈ ഒരു കണ്ടീഷൻ എടുക്കുക. കഴിഞ്ഞ പ്രോബ്ലത്തിലും ഇതേമാതിരി നമ്മൾ ചെയ്തതാണ്, സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. അവിടെ പോയിന്റ് ലോഡ് ആയിരുന്നു, ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. സോ ഈ ഒരു കണ്ടീഷൻ എടുക്കുക. ഏത് പ്രോബ്ലം ആയാലും അറ്റ് മാക്സിമം ഡിഫ്ലക്ഷൻ ദ സ്ലോപ്പ് വിൽ ബി 0. സോ ഇത് വെച്ചിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ആ ഡിസ്റ്റൻസ് എടുത്ത് സ്ലോപ്പ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y മാക്സിൻ്റെ ആൻസർ കിട്ടും. സോ നമുക്ക് സ്ലോപ്പ് ഇക്വേഷൻ ഒന്നും കൂടി എടുക്കാം. നമ്മൾ കഴിഞ്ഞതിൽ സ്ലോപ്പ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടി എക്സിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ദിസ് ഈസ് അവർ സ്ലോപ്പ് ഇക്വേഷൻ. ഓക്കെ, സോ ഇത് ഒന്നും വേണ്ട, ഇതൊക്കെ ക്യാൻസൽ ചെയ്യാം. സോ ഇതാണ് സ്ലോപ്പ് ഇക്വേഷൻ. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ബീം ബെൻഡ് ചെയ്യുമ്പോൾ മാക്സിമം ഡിഫ്ലക്ഷൻ വരാൻ ചാൻസ്, അല്ലെങ്കിൽ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത് പോർഷൻ സി ഡിയിലായിരിക്കും. സി ഡി എന്നുള്ള പോർഷനിലാണ് മാക്സിമം ഡിഫ്ലക്ഷൻ വരിക എന്ന് അസ്യൂം ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ആൻസർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാല്യൂ, ഡിസ്റ്റൻസ്. സോ ആ സി ഡി വരെയുള്ള, സി ഡി മീൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് ലെഫ്റ്റ് നിന്ന് സിയിലേക്കുള്ള ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇതാണ് ബീമെങ്കിൽ ഇവിടെ ആണ് എ, ഇവിടെ ഇത് ബി, ഇവിടെയാണ് സിയും ഡിയും വരുന്നത്. സോ ഇത് 1 മീറ്റർ, ഇത് നമുക്ക് എത്രയായിട്ട് 3 മീറ്റർ, 2 മീറ്റർ, ഇങ്ങനെയല്ലായിരുന്നു പ്രോബ്ലം. സോ നമുക്ക്
ഡി വരെയുള്ള സിയുടെയും ഡിൻ്റെ ഇടയിലായിരിക്കും മിക്കവാറും ഇവിടെയാണ് ലോഡ് വരുന്നത്. ഈ ലോഡിൻ്റെ അടിയിലായിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ വരിക. ഈ ബീം ബെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോർഷനിൽ ഇങ്ങനെയായിരിക്കും ബെൻഡിങ് വരിക. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ വരിക. സോ ഈ ഡി വരെയുള്ള ഇത്രയും ഡിസ്റ്റൻസ് 1+3 4 മീറ്റർ വരെയുള്ള എക്സിൻ്റെ വാല്യൂ 4 മീറ്റർ മാക്സിമം 4 മീറ്റർ വരെയാണ് എക്സ് വരിക. സോ എക്സിന് മാക്സിമം ഇപ്പം ഇവിടെയാണെങ്കിൽ എക്സ് 4 ആവും, ഇവിടെയാണെങ്കിൽ എക്സ് 3 ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ എവിടെയെങ്കിലും ആണെങ്കിൽ എക്സിന് ഒരു 3 പോയിന്റ് സംതിങ് വാല്യൂ വരും. ഓക്കെ, സോ എക്സിന് 4 വരികയാണെങ്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഇതിൽ എക്സിന് 4 വരുമ്പം 4 - 4 = 0 എന്നുള്ള വരുന്ന ഈ ഒരു ടേം നമുക്ക് ഒഴിവാക്കാം. നമുക്ക് ഇത്രയും പോർഷൻ കൺസിഡർ ചെയ്താൽ മതി. ഇത് വെച്ചിട്ട് നമുക്ക് മാക്സിമം ഡിഫ്ലക്ഷൻ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഈ വാല്യൂ 3 വരെ മാക്സിമം വരുള്ളൂ, അല്ലെങ്കിൽ 3+1 4ൻ്റെ ഉള്ളിലായിരിക്കും എക്സിൻ്റെ വാല്യൂ വരിക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 4ന് അപ്പുറത്തേക്കുള്ള ഈ ഡിസ്റ്റൻസ്, അതായത് 5ഓ 6ഓ അതൊന്നും മാക്സിമം ഡിഫ്ലക്ഷൻ വരില്ല. സോ ലാസ്റ്റ് ടേം നമുക്ക് ഒഴിവാക്കാം. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, dy/dx 0 ആണ്. dy/dx 0 ആകുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് 0 ആവും. 0 = എന്ത് വരും, 17.5 x²/2 പ്ലസ് C1ൻ്റെ വാല്യൂ നമുക്കറിയാം -62.708 -5 × x-1 എന്ന് വരും. ഓക്കെ, ആ എക്സ്പ്രഷനെ ഞാനിവിടെ ഒന്ന് എഴുതുകയാണെങ്കിൽ 0 = 17.5 x²/2 -62.708 -5 × x-1 ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്തിട്ട് ഇതിന്ന് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. x-1 അതായത് a - b³ എന്നുള്ള ഫോർമാറ്റാണ്. a³ - b³ പ്ലസ് 3a²b - 3ab². അങ്ങനെ ഒരു ഫോർമാറ്റിൽ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്തിട്ട് a - b³ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. a - b³ is a³ - b³ - 3a²b പ്ലസ് 3ab². ആ ഒരു ഫോർമാറ്റിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിയുക. എന്നിട്ട് x³ ഒരു ടേം ഉണ്ടാവും, ഇക്വേഷനിൽ x³ ഒരു ടേം ഉണ്ടാവും. x² ഇവിടെ ഒരു x² ഉണ്ട്, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു x² കിട്ടും. അത് ഒരുമിച്ച് എഴുതാം. ദെൻ കോൺസ്റ്റന്റ് ടേം ഒരുമിച്ച് എഴുതുക. ആ ഇക്വേഷനെ നിങ്ങൾ ഒരു കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ കൊടുത്തിട്ട് സോൾവ് ചെയ്യുക. എന്നിട്ട് അതിലെ പോസിറ്റീവ് വാല്യൂ നിങ്ങൾക്ക് ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂ ഈ തന്ന പ്രോബ്ലത്തിലും എടുക്കാൻ പറ്റുന്ന ഒരു വാല്യൂ എടുക്കുക. ആ വാല്യൂവിലായിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ വരിക. സോ നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ മാത്രം ഞാൻ പറയാം, ബാക്കി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ദ ആൻസർ ഈസ് 2.92 മീറ്റർ എന്നാണ് വരുന്നത്. സോ എക്സ് 2.92 മീറ്റർ ആകുമ്പോഴാണ് മാക്സിമം ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. സോ 1 ഇവിടം വരെ 1 ഉണ്ട്, 1 പ്ലസ് ഒരു 1.92, അതായത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഇത്രയും ഡിസ്റ്റൻസ് 2.92 ആകുമ്പോഴാണ് ഇതിന് മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത്. ഇനി ഈ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ എടുത്തിട്ട് എന്ത് വേണം, നമ്മൾ നേരത്തെ കിട്ടിയ സ്ലോപ്പിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഈ ഇക്വേഷൻ എടുക്കുക. ഇതാണ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ എടുത്തിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ x = 2.92 എന്നുള്ളത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് 0 അല്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y-ൻ്റെ വാല്യൂ y മാക്സിമം ആയിരിക്കും, മാക്സിമം ഡിഫ്ലക്ഷൻ കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ y-max ആൻസർ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ കാൽക്കുലേഷനും ചെയ്യുമ്പോഴേക്കും വീഡിയോ ലെങ്ത് ഒരുപാട് കൂടിപ്പോവും. സോ ദ മാക്സിമം ഡിഫ്ലക്ഷൻ ഈസ് 1.291 × 10⁻³ മീറ്റർ എന്ന് വരും. 1.291 × 10⁻³ മീറ്റർ വിത്ത് എ നെഗറ്റീവ് സൈൻ സിൻസ് ഇറ്റ് ഈസ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ ഇതാണ് y-maxൻ്റെ ആൻസർ. സോ ഇങ്ങനെയാണ് മെക്കോളേസ് മെത്തേഡിൽ UDL വരുമ്പം പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം മെക്കോളേസ് മെത്തേഡ് സിമ്പിളാണ്. ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. UDL വരുമ്പോൾ എന്ത് ചെയ്യണം, ഇനി അതേപോലെ മൊമെൻറ്റ് വരുമ്പം എന്ത് ചെയ്യണം എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കണം. അത് അടുത്ത ക്ലാസ്സിൽ ഒരു പ്രോബ്ലം കൂടി ഡിസ്കസ്